ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലു സലാസ എന്ന പുസ്തകമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളയുടെ വിശദീകരണം. അപ്പോൾ നമുക്കിപ്പോൾ അറിയപ്പെട്ടൊരു കാര്യമാണ്, അധിക പേർക്കും അറിയാം. നമ്മളോടിങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മോട് ആദ്യം എന്തിനെക്കുറിച്ചാണ് ചോദിക്കുക എന്ന് ചോദിച്ചാൽ അധിക ആളും പറയാം നിസ്കാരത്തെക്കുറിച്ചാണ് ചോദിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ നിസ്കാരം എന്ന കർമ്മത്തെക്കുറിച്ച് ചോദിക്കുന്നത് നമ്മൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിനു മുന്നേ ഖബറിൽ ചോദിക്കുന്നത് കർമ്മങ്ങളെക്കുറിച്ചല്ല, വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതാദ്യം നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയാൻ കഴിയണം. മാ ദീനുക്ക എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറയാൻ കഴിയണം. മൻ നബിയുക്ക എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയണം. അപ്പോൾ നമ്മൾ മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ നമുക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അതിൻ്റെ വിജ്ഞാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യത്തെ ഉസൂൽ അവസാനിക്കും. അടുത്ത ദർസോടെ രണ്ടാമത്തെ ഉസൂൽ മാ ദീനുക്ക, ഇസ്ലാം എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ആരാധനയുടെ ഇനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ. ഇനി അൽ ഇസ്തിഗാസ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ്. അതിൻ്റെ തെളിവ് ദലീലുൽ ഇസ്തിഗാസത്തി ഖൗലുഹു തആല ഇസ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. സഹായം തേടുന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം ഓർക്കുക, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. ഇത് സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം 9-ാം വചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ വിശദീകരണം. അൽ ഇസ്തിഗാസ ആരാധനയുടെ ഒരു ഇനമാണ്. അതിൻ്റെ അർത്ഥം സഹായം തേടുക എന്നാണ്. ഇനി ഇസ്തിഗാസ എന്ന സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് പ്രതിസന്ധി ഘട്ടത്തിലാണ്, കടുത്ത പ്രയാസങ്ങളുള്ള സമയത്താണ് ആ സഹായം തേട്ടത്തിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. ഒരു വ്യക്തി ശക്തമായ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അവൻ അള്ളാഹുവിനോട് സഹായം തേടുകയും രക്ഷ തേടുകയും ചെയ്യുക ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന്. ഈ ഇസ്തിഗാസ രണ്ടിനുണ്ട്. ഒന്ന്, അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ഇസ്തിഗാസ തേടുക, സഹായം തേടുക. അങ്ങനെ അവൻ സഹായം തേടുന്നു അള്ളാഹു അല്ലാത്തവരോട്. അതിൽപ്പെട്ടതാണ് ജിന്ന്, മനുഷ്യർ, സാന്നിധ്യത്തിലുള്ളവൻ, മരണപ്പെട്ടവർ. ഇതൊക്കെ അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്. മരണപ്പെട്ടവരോട് അഭയം തേടുക, അസാന്നിധ്യത്തിലുള്ളവരോട് അഭയം തേടുക, ശൈത്താന്മാരോടും ജിന്നുകളോടൊക്കെ അഭയം തേടുക, ഇതൊക്കെ അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്, ശിർക്കാണ്. രണ്ടാമത്തെ ഇനം ഇസ്തിഗാസ, അത് സൃഷ്ടികളോട് സഹായം തേടലാണ്. ആ സൃഷ്ടി സാന്നിധ്യത്തിലുള്ളവനാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അവന് ആ സഹായത്തിനോട് തേടിയ കാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഇത് അനുവദനീയമാണ്. അള്ളാഹു മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയിൽ പറഞ്ഞു, ഫസ്തഗാസഹുല്ലസീ മിൻ ശിയ്യതിഹി അലല്ലസീന മിൻ അദുവിഹി. തൻ്റെ കക്ഷിയിൽ നിന്ന് ഉള്ള ഒരാൾ ശത്രുവിനെതിരിൽ അദ്ദേഹത്തോട് സഹായം തേടി. സൂറത്തുൽ ഖസസിലെ 28-ാം അധ്യായം 15-ാം വചനം. അപ്പോൾ ജീവിച്ചിരിക്കുന്നവനും സാന്നിധ്യത്തിലുള്ളവനും സഹായം ചെയ്യാൻ കഴിവുള്ളവനുമാണെങ്കിൽ ആ സഹായത്തേട്ടം സൃഷ്ടികളോട് അനുവദനീയമാണ്. അതല്ലാത്തത്, അള്ളാഹുവോട് മാത്രം തേടേണ്ട സഹായം, അത് മറ്റുള്ളവർ തേടിയാൽ അത് ശിർക്കാണ്. ഇനി അടുത്ത ഇനം
ആരാധനയാണ് അദ്ദഹബ്, അറവ്, അതിൻ്റെ ഇനങ്ങളും അതിൻ്റെ തെളിവും. വദലീലു ദബ്ഹി ഖൗലുഹു തആല ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ വമിനസ് സുന്നത്തി ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അറിവിൻ്റെ തെളിവ് അള്ളാഹു പറയുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും എൻ്റെ നിസ്കാരം, എൻ്റെ അറിവ്, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം ലോകരുടെ റബ്ബായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്ത് അന്നാമിലെ 6-ാം അധ്യായം 162-ാം വചനാണ്. സുന്നത്തിൽ നിന്നുള്ള തെളിവാണ് അള്ളാഹു ശപിക്കട്ടെ അള്ളാഹു അല്ലാത്തവർക്ക് ആര് അറുക്കുന്നുവോ. ഇനി ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു. അൽ ദബഹ് 4 ഇനമുണ്ട്. ആദ്യത്തെ ഇനം അത് അറവാണ്. അതിനോട് അടുപ്പം തേടുക, അല്ലെങ്കിൽ ആരെയെങ്കിലും മഹത്വവൽക്കരിക്കുക. ഇത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അല്ലാത്തവരോട് ഇത് അനുവദനീയമല്ല. കാരണം ഇത് സാമ്പത്തികമായ ആരാധനയുടെ ഒരു ഇനമാണ്. അതുകൊണ്ട് ജിന്നുകൾക്കോ ശൈത്താന്മാർക്കോ രാജാക്കന്മാർക്കോ നേതാക്കൾക്കോ അവരോടുള്ള മഹത്വം കാരണം അറുക്കൽ അനുവദനീയമല്ല. ഇത് ആരാധന ഒരു ഇനമായതുകൊണ്ട് അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആരെങ്കിലും ജിന്നിന് വേണ്ടി അറുക്കുക, ആ ജിന്നിൻ്റെ തിന്മയിൽ നിന്ന് രക്ഷ കിട്ടാൻ, അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടി ജ്യോത്സ്യന്മാർ ചെയ്യുന്നത് പോലെ അവർ അവകാശപ്പെടുന്നു അവർക്ക് ശമനം നൽകാൻ സാധിക്കും. എന്നിട്ട് അവർ പറയും, ഇന്ന ആൾക്ക് വേണ്ടി അറുക്കുക, നിൻ്റെ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി അള്ളാഹിൻ്റെ പേര് പറയരുത്. ഇത് അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്. ഇത് അവനെ മതത്തിൽ നിന്ന്, ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. ഇതാണ് അള്ളാഹു പറഞ്ഞത് താക്കീതുകൊണ്ട്. ഖുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും എൻ്റെ നിസ്കാരം, എൻ്റെ അറിവ്, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം ലോകത്തിൻ്റെ റബ്ബായ അള്ളാഹുവിനാണ്. അള്ളാഹു പറഞ്ഞു, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, നിൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അറുക്കുകയും ചെയ്യുക. സൂറത്തുൽ കൗസർ 108-ാം അധ്യായം 2-ാം വചനം. ഇതിനർത്ഥം നിൻ്റെ റബ്ബിന് വേണ്ടി അറുക്കുക. ഇനി രണ്ടാമത്തെ ഇനം അറവാണ്. അത് മാംസം ഭക്ഷിക്കാൻ വേണ്ടി അറുക്കുക. ഇതിൽ ദോഷമൊന്നുമില്ല. കാരണം ഇതിലെന്താണ്, ആരെങ്കിലും മഹത്വപ്പെടുത്തുകയോ അല്ലെങ്കിൽ അടുപ്പം തേടാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതൊരാവശ്യത്തിന് വേണ്ടിയും ആ മാംസത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ദോഷമില്ല. ഇത് ആരാധനയുടെ ഒരു ഇനമല്ല. ഇതിൽപ്പെട്ടതാണ് ആ മാംസം വിൽക്കുകയും ചെയ്യുക എന്നത്. മൂന്നാമത്തെ ഇനം അത് അറുക്കലാണ്. നമ്മൾ സന്തോഷിക്കുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പോൾ വിവാഹവേളയിൽ, അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ, അല്ലെങ്കിൽ വിദൂരത്ത് പോയ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ, അതേപോലെ കുടുംബക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കാനും ആഹ്ലാദം പ്രകടിപ്പിക്കാനും ഒക്കെ നമ്മൾ അറുക്കുന്നത്. ഇതിൽ ദോഷമൊന്നുമില്ല. കാരണം ഇതിൽ ആരെങ്കിലും മഹത്വപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും അടുപ്പം തേടുന്നതോ വിഷയം വരുന്നില്ല. ഇത് ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കൽ മാത്രമാണ്. നാലാമത്തെ ഇനം അറുക്കൽ, അത് ആ മാംസം പാവപ്പെട്ടവർക്കും ആവശ്യപ്പെട്ടവർക്കും സദക്ക നൽകലാണ്. ഇത് സുന്നത്താണ്. അത് ആരാധനയുടെ ഒരു ഇനമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവസാനത്തെ ഇനം ആരാധന ഈ പുസ്തകത്തിൽ പറയുന്നത് അന്നദറാണ്. അന്നസറും അതിൻ്റെ തെളിവും. ദലീലുന്നദറി യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അന്നസറിൻ്റെ തെളിവാണ്
അതായത് നേർച്ച അവരവരുടെ നേർച്ച നിറവേറ്റുകയും തിന്മ പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇത് സൂറത്തുൽ ഇൻസാൻ 76-ാം അധ്യായം 7-ാം വചനമാണ്. ഇതിൻ്റെ വിശദീകരണം അന്നദർ, നേർച്ച. ഈ നേർച്ചയിലൊരു വ്യക്തി അവൻ്റെ മേൽ നിർബന്ധമാക്കുന്ന ഒരു കാര്യം, എന്നാൽ അത് നിർബന്ധമല്ല, പക്ഷെ അതിനൊരു ശറഈയായ അടിസ്ഥാനമുണ്ട്. അപ്പോൾ നിർബന്ധമല്ലാത്തൊരു കാര്യം ഒരു വ്യക്തി അവൻ്റെ മേൽ നിർബന്ധമാക്കുന്നു, അതിന് ശരീഅത്തിലെ അടിസ്ഥാനമുണ്ട്. അതാണ് ഞാൻ നോമ്പ് നോക്കും, അവൻ നേർച്ച ചെയ്യുന്നു, ഞാൻ നോമ്പ് നോക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നത് സദഖ ചെയ്യും. അപ്പോൾ അവൻ്റെ മേൽ നിർബന്ധമായി അത് ചെയ്യൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മന്നദറ അൻ യുതി അല്ലാഹ ഫൽ യുതിഉഹു. ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ നേർച്ച ചെയ്താൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കണം. അപ്പോൾ നേർച്ച ആരാധനയോട് ഒരു ഇനമായതുകൊണ്ട് അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അവൻ നേർച്ച ചെയ്യുന്നത് ഒരു ഖബറിനോ ഒരു വിഗ്രഹത്തിനോ അതല്ലാത്തതോ ആകുമ്പോൾ അവൻ അള്ളാഹുവിനോട് പങ്കുചേർത്തു. അങ്ങനെ അവൻ നേർച്ച ചെയ്തു അള്ളാഹുവിനെ ധിക്കരിക്കാനും ശിർക്കിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസറ അൻ യഅസി അല്ലാഹ ഫലാ യഅസിഹി. ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ നേർച്ച ചെയ്താൽ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. ഇതോടെ ആദ്യത്തെ ഉസൂൽ അടിസ്ഥാന തത്വം അവസാനിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ദർസിൽ നമുക്ക് രണ്ടാമത്തെ ഉസൂൽ ഇൻഷാ അല്ലാ. മാ ദീനുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇസ്ലാം എന്ന് മറുപടി പറയാൻ കഴിയണം ഖബറിലെ ആ ചോദ്യത്തിന്. അത് നമ്മൾ ഇൻഷാ അല്ലാ അടുത്ത ദർസ് മുതൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.